പ്രീതിയുടെ വീട്ടിൽ പെൺകുട്ടി ജനിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ അങ്കണവാടി പ്രവർത്തകയുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി വിജയത്തിൻ്റെ അടയാളമായിരുന്നു. ഭ്രൂണഹത്യയുടെ കളങ്കത്തിനെതിരെ രാജ്യമെങ്ങും ഉയർന്ന പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അവർ സജീവ പങ്കാളിയായിരുന്നു. സ്ത്രീ ദേവിയും ശക്തിയുമാണെന്ന പ്രഖ്യാപനം ജനങ്ങളുടെ മനസ്സിൽ അത്രമേൽ തന്നെ സ്പർശിച്ചിരുന്നു. അവിശ്വസനീയമാണ് ഈ മാറ്റം. രാജ്യത്തെ പകുതി ജനസംഖ്യയിൽ അന്തർലീനമായി കിടന്ന ഇടുങ്ങിയ ചിന്തകളിൽ ഈ മന്ത്രം വലിയ പ്രഹരമേൽപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളുടെ ലിംഗാനുപാതം മെല്ലെ സന്തുലിതമാകാൻ തുടങ്ങി. സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ തുടങ്ങി. അവർ സ്വാശ്രയരാകാൻ തുടങ്ങി. മകൾ ജനിച്ചു എന്ന വാർത്ത സന്തോഷത്തിൻ്റെ നിമിഷമായി മാറി. സ്വാതന്ത്ര്യത്തിന് ശേഷം പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട് കിടന്ന സാമൂഹ്യ മാറ്റത്തിൻ്റെ ആവശ്യകത വേഗം തന്നെ ശക്തി പ്രാപിച്ചത് എങ്ങനെയാണ്? സാമൂഹ്യ മാറ്റത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും ഗാഥകൾ പിറന്നത് എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ആഹ്വാനം ചെയ്തപ്പോൾ ശുചിത്വ ഭാരതമെന്ന കാൽവയ്പ് ഒരു ജനകീയ പ്രസ്ഥാനമായി മാറി. ടോയ്ലറ്റുകൾ വീടുകളിൽ ഉണ്ടാക്കുക എന്നത് അഭിമാന പ്രശ്നമായി മാറി. പെൺമക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. വെളിയിട മലമൂത്ര വിസർജനം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കുറയാൻ തുടങ്ങി. സാനിറ്ററി പാഡുകൾ പോലെയുള്ള സ്ത്രീകളുടെ ആവശ്യങ്ങൾ ആദ്യമായി പൊതുചർച്ചയുടെ കേന്ദ്രത്തിൽ വന്നു. തുടർന്ന് പെൺമക്കൾ ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി. ഇന്ത്യ ഒരു പുതിയ യാത്രയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. രാജ്യത്തിൻ്റെ ഭാവിചക്രം തിരിക്കേണ്ട കുട്ടികൾക്ക് മിഷൻ ഇന്ദ്രധനുഷ് വാക്സിനേഷന്റെ കവചം തീർത്തു. തുടർന്ന് പോഷകാഹാര സംരംഭങ്ങളെ സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സന്തുലിതമായ വികസനത്തിനുള്ള വഴിയൊരുങ്ങി. इसमें हमारा जो हितग्राही हमारा बच्चा हुआ वो हमें सभी जगह अलग अलग जहाँ भी हमें उसको सेवा देना होती है वो दिख जाता है। पहले क्या होता था कि हमें अलग अलग रजिस्टरों में उसका नाम दर्ज करना पड़ता था कि हमें टेक होम में अलग करना है, वृद्धि निगरानी में अलग करना है, पोषण आहार में अलग करना है। तो अब ये सारी प्रॉब्लम हमारी ख़त्म हो गई है। नहीं होगा ये कोई विकल्प इसमें है ही नहीं है। इतनी सुविधा मिलने के बाद इस लक्ष्य को प्राप्त करके ही रहना है और कुपोषण समाप्त ही करना है। അതേസമയം ജനസംഖ്യയുടെ പാതിയെ ശാക്തീകരിക്കാൻ ചരിത്രപരമായ തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല, പദ്ധതികളും നടപ്പിലാക്കപ്പെട്ടു. രാജ്യത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ കർശനമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടു. മണിക്കൂറുകളോളം അടുപ്പിൻ്റെ പുകയിൽ നീറി ജീവിച്ച അവൾ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ സ്വപ്നം കാണാൻ തുടങ്ങി. पहले हम जंगल जाकर लकड़ियां तोड़कर लाना पड़ता था। यहाँ पे बारिश भी बहुत पड़ती है तो सूखी लकड़ियां रखने में भी बहुत परेशानी होती थी। फिर चूल्हा जलाकर खाना टाइम पर नहीं बनता था तो बच्चों को भी खाना टाइम पर नहीं मिलता था। बच्चे भी बहुत परेशान होते थे और फिर पूरा घर धुएं से भरता था तो खांसी की भी बहुत प्रॉब्लम होती थी। जब से भारत गैस उज्ज्वला का कनेक्शन मिला है तो खाना टाइम पर बनता है। ദീർഘനാളത്തെ അസുഖത്തെ തുടർന്ന് പ്രീതിയുടെ ഭർത്താവ് മരണമടഞ്ഞപ്പോൾ 2 കുട്ടികളുടെ ഉത്തരവാദിത്വം, കടബാധ്യത എന്നിവ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞുപോയി അവർ. എന്നാൽ അവൾ നേടിയ വിദ്യാഭ്യാസം തുണയായി മാറി. ആജീവിക മിഷൻ അവൾക്ക് കരുത്തു പകർന്നു. ഇന്ന് റേഷൻ കട നടത്തി പ്രീതി അവരുടെ കുട്ടികളെ ഭാവി സുരക്ഷിതമാക്കുന്നു. एक्सीडेंट हो गया था हस्बैंड का, उनकी रीढ़ की हड्डी फ्रैक्चर होने की वजह से वो 8 साल तक खाट पे ही थे। उनकी सेवा करी, उसके बाद उनकी डेथ हो गई। हमारे ब्लॉक प्रबंधक जो है इन्होंने हमारी सहायता वगैरह करके हमारे जो है राशन की दुकान महिला समूह को दिलवा दी। जब तक नहीं थे तब तक तो कोई पहचान नहीं थी,
बस एक नॉर्मल लड़की थी, लेकिन समूह में आने के बाद एक अलग पहचान है। सबसे ज़रूरी है अपनी सोच को हमेशा जो है बढ़ाते रहना है, सोच को सीमित नहीं बनाना, सीमित दायरे में हमें बंद के नहीं रहना कि हाँ मेरी एज इतनी हो गई तो मुझे शादी ही करनी है। पहले की जल्दी नहीं हिचकिचाती थी, बोलने से भी डरती थी, किसी से बात भी करने से डरती थी, या कोई पास में पड़ गया तो उससे भी डर के बहुत घबरा जाती थी। लेकिन अब हम सबसे भी बोल सकते। समूह के बाद हम सब लोग साथ साथ रहे, साथ बैठे उठे, चर्चाएं हुई, हम लोगों को पता चला कि मतलब जाति आति कुछ नहीं है, इंसान सब एक है। अपने जीवन में किसी के भरोसे के बल पे न चले, खुद के अपने बल पे हो जाए। മഹാരാഷ്ട്രയിലെ ഗണ്ടോര ഗ്രാമത്തിലെ ഗോദാവരി ഡാംഗെ 15-ാം വയസ്സിൽ വിവാഹിതയായി. ഭർത്താവ് മരിക്കുമ്പോൾ അവൾക്ക് 19 മാത്രമായിരുന്നു വയസ്സ്. കുട്ടികളോടൊപ്പം ജീവിക്കാനുള്ള ധൈര്യം പോലും ഗോദാവരിക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ പിന്നീട് സ്വാശ്രയ ഗ്രൂപ്പുകളിൽ ചേർന്നുകൊണ്ട് സ്വയം പര്യാപ്തതയുടെ പാത പിന്തുടർന്ന് ഇന്നവൾ ഗ്ലോബൽ ഗോദാവരിയായി മാറിയിരിക്കുന്നു. തൻ്റെ 1 ഏക്കർ കൃഷിസ്ഥലത്തൊരുക്കിയ കാർഷിക മാതൃക ഐക്യരാഷ്ട്രസഭയിൽ പോലും അവൾ പ്രദർശിപ്പിക്കുന്നു. आज हमारी नारी शक्ति ने अपने कार्यों से आत्मबल और आत्मविश्वास का परिचय दिया है, स्वयं को आत्मनिर्भर बनाया है। उन्होंने खुद को तो आगे बढ़ाया ही है, साथ ही देश और समाज को भी आगे बढ़ाने और एक नए मुकाम पर ले जाने का काम किया है। आखिर हमारा न्यू इंडिया का सपना यही तो है। ഇന്നത്തെ ഇന്ത്യയിലെ സ്ത്രീകൾ പരസ്പരം കൈകോർത്ത് മുന്നേറുകയാണ്. ഗുജറാത്തിലെ ബനസ്കന്തയിലെ സ്ത്രീകളുടെ വേദന മിത്തൽ പട്ടേൽ മനസ്സിലാക്കി. അവർ കിലോമീറ്ററുകൾ ദൂരെ വെള്ളത്തിനായി നടന്നിരുന്നു. മിത്തൽ തൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു വാട്ടർ വീൽ ഉണ്ടാക്കി. घुमंतु जातियाँ जो एक गांव से दूसरे गांव अपने परंपरागत व्यवसाय के कारण घुमा करती है, पीने का पानी या बर्तन वगैरह कपड़े धोने का या नहाने का पानी लाने की जिम्मेवारी जो है वो औरतों की ज़्यादातर होती है। छोटी बच्चियां भी इस काम में लगी होती है। सर पे काफ़ी सारा टाइम उनका सर पे पानी लाने के लिए सर पे वो मटका रख के पानी लाने में ही उनका काफ़ी सारा टाइम चला जाता है। ज़्यादातर महिलाओं को सर पे मटका ना उठाना पड़े, इसीलिए वाटर व्हील जो हाथ से खींच के पानी को लाने का काम करते हैं और उसकी मात्रा भी बड़ी होती है। करीब 40 से 45 लीटर पानी जो है वो वाटर व्हील में आ जाता है। प्लास्टिक का एक बड़ा सा ड्रम और वो हाथ से खींचते हैं, पर वो इतना मतलब मुश्किल नहीं होता है उसको कैरी करना, वो काफ़ी ईजी रहता है। ധംതാരി ജില്ലയിലെ 104 വയസ്സ് പ്രായമുള്ള കുൻവർ ബായ് ശാക്തീകരണത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ തൻ്റെ 10 ആടുകളെ വിറ്റ് 15 ദിവസത്തിനുള്ളിൽ ഗ്രാമത്തിലെ ആദ്യത്തെ ടോയ്ലറ്റ് നിർമ്മിച്ചവർ. പ്രധാനമന്ത്രിയും അവരുടെ ഈ മഹത്തായ മനോഭാവത്തെ ആദരിച്ചു. ജീവിത സമരത്തോട് മല്ലിടുന്ന പിന്നോക്കം നിൽക്കുന്ന ദുർബലരായ വിഭാഗങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോഴാണ് ആരോഗ്യ ഭാരതത്തിൻ്റെ മന്ത്രം ആയുഷ്മാൻ ഭാരത് പ്രവർത്തിക്കുന്നത്. അതേസമയം ഒരു പൗരനും പട്ടിണി കിടന്നുറങ്ങാതിരിക്കാൻ റേഷൻ കടകളിലൂടെ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും ഭക്ഷണധാന്യങ്ങൾ എത്തുന്നു. ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നീ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും പരിഹരിക്കുമ്പോൾ മാത്രമേ സമൂഹം ശാക്തീകരിക്കപ്പെടുന്നുള്ളൂ. ഛത്തീസ്ഗഡിലെ മഹാസമുണ്ടിലെ ഭോഗിലാൽ ദാസ് ഒരു കുടിലിൽ താമസിച്ച് ബുദ്ധിമുട്ടി ജീവിക്കുകയായിരുന്നു. पानी टपक रहा है और कच्चा कच्चा हो रहा है, खाना बनाने से भी तकलीफ हो रहा है। हम लोगों को यहाँ पर आकर बहुत अच्छा लग रहा है, यहाँ का वातावरण भी अच्छा है। സ്വാതന്ത്ര്യം ലഭിച്ച സമയം സാമൂഹിക നീതിയുടെ മേഖലയിൽ രാജ്യത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ കുറവല്ലായിരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരങ്ങൾ നൽകണം.
പാവപ്പെട്ട ചൂഷിത വർഗം സ്വന്തം കാലിൽ നിൽക്കണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എടുത്ത സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോലുള്ള പുതിയ നടപടികൾ മുഖേന വാംശിയെ പോലെ നിരവധി പേർ ഇന്ത്യയുടെ യുവജന നിലപാടുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തൊഴിൽ ദാതാക്കളായി മാറി. मेरे पास फाइनेंशियल नहीं था, मैं बैंक वालों के पास गया, मेरे प्रोडक्ट के बारे में, मेरा काम के बारे में उसको पूरा बताया. ऐसा वो भी ये अच्छा काम है करके वो पूरा देखे. मेरे को वो विदाउट सिक्योरिटी में मेरे को 20 लाख रुपए लोन दिया. वो 20 लाख रुपए मेरे फैक्ट्री के इन्वेस्टमेंट डाल के पूरा 10 आदमी को काम दे रहा. मैंने काम दे करके पूरा आइटम बनाया. मेरे डीलर को जाता है मेरा आइटम अच्छा क्वालिटी का है करके उसके पास से अच्छा मेरे को സാറ്റിസ്ഫാക്ഷൻ ബാത് बोलते हैं वो भी कस्टमर फीडबैक अच्छा है. സുരാങ് സിംഗ് ധക്കാഡിനെ പോലെ സാമ്പത്തികമായി ദുർബലരായ ആളുകൾ അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. മുദ്രാ യോജന പോലുള്ള പദ്ധതികളിൽ നിന്ന് ഇന്നവർക്ക് സഹായം ലഭിക്കുന്നു. मुद्रा मिलने से तो मुझे बहुत कुछ अच्छा लगा और अच्छे बदलाव आए सर. मुझे बैठ के बढ़िया घर पे दुकान चला रहा हूँ, कोई किसी चीज़ की कोई दिक्कत नहीं है, बढ़िया ग्राहकी भी होती है, सब कुछ होता है. बाकी लोगों को यही मैसेज देना चाहते हैं कि आप भी बस मेरी तरह बढ़िया जो बेरोजगार हैं जिसके पास मदद के लिए कुछ भी नहीं है, सरकार से मदद लीजिए बढ़िया और बनाइए दुकान, चलाइए अपना रोजगार चलाइए. ഇപ്പോൾ സാമ്പത്തികമായി ദുർബലരായ വിദ്യാർത്ഥികളും പട്ടികജാതി പട്ടികവർഗവും മറ്റു പിന്നോക്ക വിഭാഗങ്ങളും സ്കോളർഷിപ്പിലൂടെ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും തുല്യ അവസരങ്ങൾ നേടുന്നു. മെഡിക്കൽ നീറ്റ് പരീക്ഷയുടെ അഖിലേന്ത്യാ കോട്ടയിൽ OBC വിഭാഗത്തിന് 27% സംവരണം നൽകി. സാമ്പത്തികമായി ദുർബല വിഭാഗത്തിന് 10% സംവരണം ഉറപ്പാക്കി. സാമൂഹികമായ നീതി ഉറപ്പാക്കുന്ന ഈ പരിശ്രമങ്ങൾ തുടരുകയാണ്. केंद्र सरकार ने एक अच्छा निर्णय लिया. ये हमारे जैसे स्टूडेंट के लिए बहुत बड़ी बात है. जिसके माँ बाप है जो पैसे नहीं भर सकते और बच्चा इंटेलिजेंट हो और वो मेडिकल में जाना चाहता है तो उसके लिए सरकार ने बहुत अच्छा निर्णय किया है. ये बहुत ही सराहनीय उनका एक डिसीजन हम कह सकते हैं कि हमारे जैसे जो स्टूडेंट्स हैं जिन लोगों को मेडिकल क्षेत्र में जाना होता है तो बहुत सारी प्रॉब्लम्स आती है. आप देखें तो पैसे के लिए तो एक बहुत अच्छा डिसीजन है सरकार का जो हमारे जैसे स्टूडेंट्स हैं वो लोग मेडिकल फील्ड में आगे बढ़ सकते हैं. ഇന്ന് കേന്ദ്ര ഗവൺമെന്റിലെ 47 മന്ത്രിമാർ പട്ടികജാതി പട്ടികവർഗം അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. അങ്ങനെ നവ ഇന്ത്യയുടെ നിർമ്മാണത്തിന് സാമൂഹിക നീതി വേഗത്തിലാക്കുന്ന നടപടികൾ അവിരാമം തുടരുന്നു. ഞങ്ങൾക്കും പറക്കാൻ കുറവില്ലാത്ത ആഗ്രഹമുണ്ട്. കൈയൊന്ന് ഉയർത്തി നോക്കൂ. വഴി കണ്ടെത്താനുള്ള കഴിവും ഞങ്ങൾക്കുണ്ട്. സ്വരമൊന്ന് ഉയർത്തി നോക്കൂ. നിങ്ങൾ കാണൂ. ബുദ്ധിമുട്ടുകൾ എങ്ങനെ മറികടക്കാമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഒരു ചെറിയ പ്രോത്സാഹനത്തോടെ നോക്കൂ. രാജ്യത്തിലെ സവിശേഷ കഴിവുള്ള ആളുകളോടുള്ള മനോഭാവം മാറ്റാൻ ഒരു ശ്രമം നടന്നു. പ്രധാനമന്ത്രി അവർക്കൊരു പേരിട്ടു, ദിവ്യാംഗർ. जब मैं विकलांग से दिव्यांग की बात करता हूं तब जब हम ऐसे अपने जनों से मिलेंगे, अपनों से मिलेंगे, तब हमें अब उसमें क्या कमी है उस तरफ हमारा नजरिया नहीं जाएगा, उस तरफ हमारी सोच नहीं जाएगी. कौन सी एक्स्ट्रा ऑर्डिनरी क्वालिटी उसमें है उस तरफ हमारी नजर जाएगी. പട്നയിലെ ഷാജഹാൻപൂരിലെ സന്തോഷ് കുമാറിന് നടക്കാൻ കഴിയില്ല. ദാരിദ്ര്യവും ശാരീരിക വൈകല്യവും കാരണം ജീവിതം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരു മോട്ടോറൈസ്ഡ് ട്രൈസൈക്കിൾ നൽകിയപ്പോൾ സന്തോഷിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അത്താണി ലഭിച്ചതിന് തുല്യമായി. बचपन से आज तक मैंने जितनी अपने आप में कष्ट झेला है कि मेरे संग मेरे परिवार एवं मेरे समस्त परिवार मेरे संग कष्ट झेला, पढ़ने लिखने से लेकर के अब घर का गृहस्थी से लेकर के, क्योंकि पहला रोल था कि गरीबताई, दूसरा हैंडीकैप्ड. अगर जिस घर में गरीब रूप में अगर विकलांग पैदा हो जाता है तो समझ लीजिए कि एक मरण के समान हो जाता है. साधन हमारे लिए अति उपयोगी था क्योंकि हम कभी ज़्यादा देर तक चल नहीं सकते. जब मुझे हैंड वाला रिक्शा मिला मैंने उसे मात्र 1-2 महीना ही चलाया. उसे बहुत कष्ट होता था चलाने में. जनवरी लास्ट में हमें ये सुविधा मिली, बैटरी रिक्शा जिस पे हम अभी चल रहे हैं और इसके सुविधा के कारण हम ये सारा काम आसानी से अब देख रहे हैं. चलने के लिए जो साधन हमारा सरकार सबसे पहले दिया है कि एक दूसरे जगह हम अगर चाह करके भी जा रहे हैं तो हमारा सबसे बड़ा उनकी
आभारी हैं। ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവേദനക്ഷമതയുള്ള ഒരു നേതാവായിരുന്നു. രാജ്യത്തെ ദിവ്യാംഗർ സ്വാശ്രയത്വം നേടിക്കൊണ്ട് പുതിയ ഇന്ത്യയിൽ അവരുടെ സൃഷ്ടിപരമായ സംഭാവന നൽകാൻ കഴിയുമെന്ന ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. नरेंद्र मोदी सालों से दिव्यांगता क्षेत्र के साथ जुड़े हुए हैं। जब भूकंप आया तो हमारी संस्था ने एक कच्छ कॉम्प्रिहेंसिव रिहैबिलिटेशन सेंटर नाम की संस्था की शुरुआत की। 26 जनवरी 2002 जो अर्थक्वेक की जो पहला तिथि थी, पहला साल पूरा हुआ था, तो हम लोग एक नए केंद्र का उद्घाटन करने जा रहे थे। जब मोदी साहब को रिक्वेस्ट किया, विनंती की, बहुत बिजी थे, बहुत ही टाइट शेड्यूल था, लेकिन उन्होंने कहा कि भाई मैं तो लंच नहीं लेता हूँ, जब सभी लोग लंच ले रहे होंगे, दोपहर का खाना खा रहे होंगे, मैं जाकर इस केंद्र का भूमि पूजन करूँगा। शायद पहली बार है कि कोई मुख्यमंत्री अपना लंच का समय भी ऐसे कार्य में देते हैं। उन्होंने आकर उस केंद्र का भूमि पूजन किया। लगभग 1 साल में वो केंद्र तैयार हो गया। उनकी प्रेरणा से पहली बार यूरोपियन यूनियन से इस संस्था के लिए अनुदान मिला और आज कच्छ कॉम्प्रिहेंसिव रिहैब सेंटर, जिसकी नींव में माननीय श्री नरेंद्र मोदी है, उनका उत्साह है, आज एक बहुत ही विशाल केंद्र है जो काफ़ी अच्छा कार्य कर रहा है। സക്രിയമായ ഒരു സർക്കാർ നിലവിലുള്ളപ്പോൾ കരുത്തുറ്റ നയങ്ങൾ പ്രാബല്യത്തിൽ വരികയും മാറ്റം വരികയും ചെയ്യും. मुझे कुछ नहीं पता कि बच्ची नॉर्मल नहीं है। उन्होंने कहा आपका बच्चा स्पेशल चाइल्ड है। चलिए डॉक्टर्स बताए थे कि इनको आंखें भी नहीं है बोल के बोले थे, अगर आंखें आए तो आप लोगों का लकी बोल के बोले थे। हमसे सब लोग कहते हैं घर में कि इसको किसी पॉलीथीन में डाल के फूल माला डाल के इसको फेंक दो, ये सही नहीं है। एजुकेबल हैं, ये पढ़ने लिखने योग्य हैं, शिक्षा प्रशिक्षण योग्य हैं, आगे भी कुछ वोकेशनल ट्रेनिंग लेके अपनी लाइफ को सरवाइव कर सकते हैं। सोसाइटी में ये एडजस्टेबल है। जैसे ही हमें फंडिंग मिला सरकार से तो एक किस्म की हिम्मत आई। जो अनुदान राशि आई उसमें इन बच्चों के लिए कॉपी किताब, कलर पेंसिल्स, क्रेयॉन्स, क्ले जो इन बच्चों ने कभी देखे नहीं थे। जब हमने इन बच्चों को कराना था तो गेहूं में डालकर कंसेप्ट कराते थे और उन बच्चों के लिए आज इतने अच्छे अच्छे इक्विपमेंट्स हम लोगों ने यहाँ पे रखे। സമസ്തിപൂരിലെ രജൌർ ഗ്രാമത്തിലെ ഹരേന്ദ്ര മഹ്തോയ്ക്ക് പോളിയോ ബാധിച്ച കുട്ടിക്കാലം വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഠനം തുടർന്നു പോകുവാൻ കുടുംബം എല്ലാ തരത്തിലും പിന്തുണ നൽകി. സർക്കാർ സ്കോളർഷിപ്പിൽ ജർമ്മനിയിലെ ബെർലിൻ സർവകലാശാലയിൽ അദ്ദേഹം നാനോ ടെക്നോളജിയിൽ ഡോക്ടറൽ ഫെലോഷിപ്പ് പൂർത്തിയാക്കുന്നു. लगनशील है, पढ़ने में पूरा जोर देता है, 12 तक पढ़ते रहता है. അവരുടെ മുഖത്ത് ഇപ്പോഴുള്ള പുഞ്ചിരിയിൽ സർക്കാരിലുള്ള അവരുടെ വിശ്വാസം സ്ഫുരിക്കുന്നുണ്ട്. ശോഭനമായ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അവരുടെ ചിരിയിൽ പ്രകടമാണ്. ഇന്നത്തെ ഇന്ത്യ പാരമ്പര്യത്തിൻ്റെ അടിത്തറയിൽ നിൽക്കുകയും ആധുനികതയുടെയും വികസനത്തിൻ്റെയും ഉയരങ്ങൾ തൊടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഇന്ത്യയാണ്. ഇവിടെ ജനങ്ങളുടെ അഭിലാഷങ്ങളും സങ്കല്പങ്ങളും ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി തുറക്കുന്നു. എല്ലാ വിഭാഗങ്ങൾക്കും സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്ന ഒരു പുതിയ ഭാരതം ഉദയം കൊള്ളുന്നു.